ഈ അണുകുടുംബം എന്ത് രസമാണല്ലേ. അപ്പനും അമ്മയും കുട്ടികളും അടങ്ങുന്ന വളരെ രസകരമായ സ്ഥലം അല്ലേ. ഒത്തിരി പ്രൈവസിയുള്ള, എല്ലാവരും തമ്മിൽ പരസ്പരം അടുപ്പുള്ള ഒരു അണുകുടുംബം. ഇപ്പോഴത്തെ കുടുംബങ്ങളെല്ലാം അണുകുടുംബങ്ങളാണ്. പക്ഷേ അണുകുടുംബം ഒരു ഞാണിന്മേൽ കളിയാണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണുകുടുംബത്തിൻ്റെ മൂഡ് സെറ്റ് ചെയ്യുന്നത് ആ വീട്ടിൽ ഓരോരുത്തരുമാണ്. അതിലൊരാളുടെ മൂഡ് മാറിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അപ്പൻ്റെയോ അമ്മയുടെയൊക്കെ മൂഡ് മാറിക്കഴിഞ്ഞാൽ മൊത്തം വീട്ടിലുള്ളവരത് അനുഭവിക്കണം. അപ്പം അവിടുത്തെ സ്വസ്ഥത, സമാധാനം, സന്തോഷം എല്ലാം അവിടെയുള്ള അപ്പനെയും അമ്മയെ ആശ്രയിച്ചിരിക്കും. ഇനി കുട്ടികൾ വലുതായി വരുമ്പോഴോ അവരുടെ സംസാരവും പ്രവൃത്തിയെല്ലാം ആ വീട്ടിലെ മൂഡിനെ ബാധിക്കും. കൂട്ടുകുടുംബങ്ങളിൽ കൂടുതൽ ആൾക്കാരുള്ളതുകൊണ്ട്, പിന്നെ മുതിർന്നവരുള്ളത് കൊണ്ട് കുറച്ചും കൂടെ സൂക്ഷിച്ചും കണ്ടുമായിരിക്കും എല്ലാവരും പരസ്പരം പെരുമാറുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ഒതുക്കപ്പെടലുകൾ, അതായത് നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങി ജീവിക്കുന്ന ഒരവസ്ഥ കൂട്ടുകുടുംബങ്ങളിൽ ഉണ്ടാവില്ല. പലപ്പോഴും അണുകുടുംബങ്ങളിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കും പാരൻസും കുട്ടികളും തമ്മിലുണ്ടായിരിക്കുക. പക്ഷേ കുട്ടികളുടെ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ ലൈഫ് പ്രിൻസിപ്പിൾസ് എപ്പോഴും പാരൻസിൻ്റെ ആയിരിക്കും. സ്വന്തമായിട്ട് ചിന്തകൾ വരുന്നത് വളരെ കുറവായിരിക്കും, അത് വലുതായി കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷെ കുട്ടികൾ മറ്റുള്ളവരോട് പെരുമാറുന്നതും കാര്യങ്ങളെ ചിന്തിക്കുന്നതും ഗൗരവമായി എടുക്കുന്നതും ഗൗരവമായി എടുക്കാത്തതും എല്ലാം മാതാപിതാക്കളുടെ ഇൻഫ്ലുവൻസിലായിരിക്കും. അപ്പം അണുകുടുംബത്തിൽ ജീവിക്കുക, ഇപ്പോൾ എല്ലാവർക്കും അണുകുടുംബങ്ങളാണ്, ചെറിയ ചെറിയ കുടുംബങ്ങളാണ്. അപ്പോൾ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ മൂഡ് നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മുടെ കുടുംബത്തിലെ കുട്ടികളുടെ സന്തോഷവും സമാധാനവും നമ്മുടെ കയ്യിലാണ്. പക്ഷേ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളിൽ എപ്പോഴും ആ ഒരു രീതിയിൽ, അതായത് പോസിറ്റീവായ രീതിയിൽ എത്രയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാലും ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പുതിയ ജനറേഷനിലുള്ള പാരൻസിനറിയാം. അപ്പം ഒത്തിരി ബുദ്ധിമുട്ടുന്ന ഒരുപാട് പാരൻസ്, ഞാനടക്കം ഒത്തിരി പാരൻസ് ഉണ്ട്. ഓഫീസിലെ കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരരുത്, അല്ലെങ്കിൽ നമുക്ക് വേറൊരാളെ, നമ്മുടെ പുറത്തുള്ള റിലേറ്റീവ്സിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാരുടെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ മൂഡ് സ്വിങ്സും നമ്മുടെ പ്രശ്നങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരരുതെന്ന് ആഗ്രഹിച്ചാലും ഈ പുറത്തുള്ള ലോകത്തുനിന്ന് അകത്തേക്ക് വരുമ്പം നമ്മളായി മാറുന്നത് ഈ അണുകുടുംബത്തിലായിരിക്കും. പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല. ഈ അവസ്ഥയിലൂടെ ഒട്ടുമിക്ക പാരൻസും കടന്നു പോകുന്നുണ്ടാവും. അതായത് വിചാരിക്കുന്ന രീതിയിലല്ല പലപ്പോഴും നമ്മൾ പെരുമാറുന്നത്. നമ്മുടെ കുടുംബത്തിൽ കോൺഷ്യസ് ആവാൻ ശ്രമിക്കുക. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ സ്വന്തം ഇടത്തല്ലേ നമുക്ക് ഫ്രീ ആയിട്ട് പെരുമാറാൻ പറ്റുള്ളൂ എന്ന് പറയും. പിന്നെ വേറൊരു തരത്തിൽ പറയും, നമ്മുടെ കുട്ടികളെല്ലാം കണ്ടും അറിഞ്ഞും വളർന്നു വരണം എന്ന് പറയും. പക്ഷെ എന്താ എനിക്ക് ശരിയെന്നറിയില്ല. നമുക്ക് സ്വന്തം വീട്ടിൽ ഫേക്ക് ആവാനും പറ്റില്ല. പക്ഷെ നമ്മൾ കാരണം നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മുടെ വീട്ടിലുള്ളവരും പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഞാനടക്കം അനുഭവിക്കാറുണ്ട്. പല കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പം ഇത് ശരിയായില്ല എന്നുള്ള തോന്നൽ, ഇതിലും നന്നായിട്ട് എനിക്ക് പെരുമാറാമായിരുന്നു, ഇതിലും നന്നായിട്ട് കൈകാര്യം ചെയ്യാമായിരുന്നു എന്നൊക്കെ പലപ്പോഴും തോന്നാറുണ്ട്. ഇങ്ങനെയുള്ള കുഞ്ഞു റിഗ്രറ്റ് ഫീലിങ്ങിൻ്റെ എല്ലാം ഒരു ആകെ തുകയാണ് ജീവിതം. പലപ്പോഴും പലയിടത്ത് ഇടിച്ചു വന്ന് നിൽക്കും, എന്ത് ചെയ്യണമെന്നറിയാതെ. പല സാഹചര്യങ്ങളിലും ഒന്നും ചെയ്യാനില്ല, വീണ്ടും തുടങ്ങാൻ ശ്രമിക്കുക. കുറച്ചൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ ശ്രമിച്ചു നോക്കാം അല്ലേ.